മലയാള സിനിമാ വിപണി കഴിഞ്ഞ കുറച്ച് നാളുകളായി വളർച്ചയുടെ പാതയാണ് കാണിക്കുന്നത്. സിനിമയുടെ ലാഭനഷ്ട കണക്കുകളെക്കുറിച്ച് തർക്കങ്ങളുണ്ടെങ്കിലും മലയാളി സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക മികവിനൊപ്പം മികച്ച പ്രമേയങ്ങളുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും സിനിമ ഒരു വ്യവസായമായതിനാൽ തന്നെ അതിന്റെ കളക്ഷൻ കണക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ 2024 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മികച്ച വർഷമായിരുന്നു എന്ന് പറയാം. ആവേശം, പ്രേമലു, ആടുജീവിതം, മഞ്ഞുമൽ ബോയ്സ്, അജയിന്റെ രണ്ടാം മോഷണം, സൂക്ഷ്മദർശിനി, കിഷ്കിണ്ഠകാണ്ഡം, ഗുരുവായൂരമ്പല നടയിൽ, വാട, വർഷങ്ങൾക്ക് ശേഷം മാർക്കോ തുടങ്ങിയ ഒരുപറ്റം മികച്ച കളക്ഷൻ നേടിയ സിനിമകൾ റിലീസ് ചെയ്ത വർഷമാണ് 2024. 2025 മലയാള സിനിമയ്ക്ക് തരക്കേടില്ലാത്ത തുടക്കമാണ് നൽകിയത്. രേഖാചിത്രം ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റായപ്പോൾ പൊന്മാനും ഓഫീസർ ഓൺ ഡ്യൂട്ടിയും തിയേറ്റർ കളക്ഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ ബോക്സ് ഓഫീസിന് തീ കൊളുത്തിയത് ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന എമ്പുരാനാണ്. മലയാള സിനിമ കണ്ട എക്കാലത്തെ മികച്ച കളക്ഷനുമായാണ് എമ്പുരാൻ എത്തിയത്. എമ്പുരാൻ തിയേറ്ററിൽ തീർത്ത ഓളം അവസാനിക്കും മുമ്പേ തുടരും റിലീസ് ചെയ്തു. തിയേറ്ററിൽ ഈ സിനിമയും നിറഞ്ഞോടുകയാണ്. ഈ രണ്ട് സിനിമകളിലും നായകൻ മോഹൻലാലാണ് എന്നത് മറ്റൊരു അപൂർവതയാണ്. ഇപ്പോഴിതാ ഒരു മാസത്തിനുള്ളിൽ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച രണ്ട് സിനിമയിലെയും നായകൻ എന്ന റെക്കോർഡും മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. എമ്പുരാൻ റിലീസ് ചെയ്ത് 40 മണിക്കൂറിനുള്ളിലാണ് 100 കോടി ക്ലബിൽ കയറിയതെങ്കിലും തുടരും 4ാം ദിവസം തന്നെ 100 കോടി ക്ലബിൽ സ്ഥാനമുറപ്പിച്ചു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ 100 കോടി ക്ലബ്ബ് സിനിമയുടെ താരമെന്ന റെക്കോർഡ് മോഹൻലാലിന് തന്നെ. എമ്പുരാൻ 265 കോടി, പുലിമുരുകൻ 136 കോടി, ലൂസിഫർ 129 കോടി, തുടരും 100 കോടി എന്നിവയാണ് മോഹൻലാലിന്റെ 100 കോടി ക്ലബ്ബ് സിനിമകൾ. അതേസമയം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ടോപ്പ് 5 ഓപ്പണിംഗ് കളക്ഷൻ ലഭിച്ച ചിത്രങ്ങളിലും മോഹൻലാലിന് അപൂർവമായ റെക്കോർഡുണ്ട്. ഈ കാറ്റഗറിയിലെ ആദ്യ 5-ൽ 4 മോഹൻലാൽ ചിത്രങ്ങളാണ്. ആദ്യ ദിനം തന്നെ 68.20 കോടി രൂപ കളക്ഷൻ നേടിയ എമ്പുരാനാണ് ലിസ്റ്റിൽ ഒന്നാമത്. രണ്ടാം സ്ഥാനത്ത് മോഹൻലാലിന്റെ പ്രിയദർശൻ ചിത്രം മരക്കാർ 20.40 കോടിയാണ്. മൂന്നാം സ്ഥാനത്ത് ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പാണ്. 19.20 കോടിയാണ് ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ. ലിസ്റ്റിലെ ഏക മോഹൻലാൽ ഇതര ചിത്രവും ഇത് തന്നെ. 4ാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തന്നെ ഒടിയനാണ്. 18.10 കോടി രൂപയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം സ്വന്തമാക്കിയത്. 5ാം സ്ഥാനത്ത് ആദ്യ ദിനം 17.18 കോടി രൂപ നേടിയാണ് തുടരും. മമ്മൂട്ടിയുടെ ടർബോ, പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്നീ ചിത്രങ്ങളെ പിന്തള്ളിയാണ് എമ്പുരാൻ, തുടരും എന്നീ മോഹൻലാൽ ചിത്രങ്ങൾ ലിസ്റ്റിലെത്തിയത്. ടർബോ 16.20 കോടി രൂപ, ആടുജീവിതം 16.04 രൂപ എന്നിങ്ങനെയാണ് ആദ്യ ദിനം ആഗോളതലത്തിൽ കളക്ഷൻ നേടിയത്.